ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ബ്ലോഗ് ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് സ്വൈദി പാർക്കിലാണ്. റിയാദ് സീസണിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്ന പരിപാടി കാണാനായിട്ട് വന്നതാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. നേരത്തെ വരാനാണ് ഞങ്ങളിരുന്നത്, പക്ഷേ അത് നടന്നില്ല, കുറച്ച് താമസിച്ചു പോയി. പിന്നെ ഞങ്ങളിപ്പം ഫൈനൽ ഡേക്കാണ് വന്നത്, ഇന്ത്യ ഫെസ്റ്റിൻ്റെ. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും കൊള്ളാം, നൈസാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്, നമ്മളെ മൊത്തം ടീമുണ്ട്. നോക്കിയാൽ ഭയങ്കര ചെക്കിംഗ് ഒക്കെയാണ്. അതിനുള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഞങ്ങൾ കണ്ട ഒരു സെൽഫിയൊക്കെ എടുത്തു കണ്ട് പോകുമ്പോഴാണ് ടിക്കറ്റൊക്കെ കാണിക്കണം. അങ്ങനെ ടിക്കറ്റൊക്കെ കാണിച്ചു. ടിക്കറ്റ് ഫ്രീ ആണ്, എന്നാലും നല്ല ചെക്കിങ് ആണ്. എന്നിട്ട് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ബിഗ് സ്ക്രീനിൽ പരിപാടി നടക്കുന്നുണ്ട്, നമ്മുടെ DJ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ DJ പ്രോഗ്രാം കാണാനായിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. എൻ്റെ എൻട്രൻസൊക്കെ കാണാൻ സൂപ്പറാണ്, നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് എൻട്രൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും എൻട്രൻസിലും നല്ലൊരു ഫ്ലവർ ഗാർഡൻ പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നല്ല DJ നടക്കുന്നുണ്ട്. ഗായ്സ്, മുനീറും അളിയുന്നത് അവിടെ നിന്ന് സ്റ്റെപ്പൊക്കെ ഇട്ട് തുടങ്ങി. പിന്നെ ആരായാലും അറിയാതെ ബോഡി സ്റ്റെപ്പിട്ട് പോകും DJ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ. പിന്നെ പോയപ്പോൾ നല്ല ക്രൗഡ്. നമ്മളിവിടെ എങ്ങനെയൊക്കെ തള്ളി മുന്നിലോട്ട് കയറി ഡാൻസൊക്കെ അങ്ങ് തുടങ്ങി. എല്ലാവരും നല്ല അടിപൊളി ഫോമായി, അങ്ങനെ സൂപ്പറായിട്ട് ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ശ്രേയയുടെ പ്രോഗ്രാം ഉണ്ടാവും, നല്ല അടിപൊളി ക്രൗഡ്. ചേച്ചി പൊളിക്കുകയാണ് ഗൈസ്. പൊന്നാങ്കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിലിറങ്ങുന്നേ. പൊന്നാങ്കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിലിറങ്ങുന്നേ. പൊന്നാങ്കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിലിറങ്ങുന്നേ. പൊന്നാങ്കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിലിറങ്ങുന്നേ. മുനീർ എല്ലാവരും നല്ല പൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ അതിനിടെ കൂടെ തന്നെ ഇൻഫാദ് പയ്യ ചേച്ചിയുടെ ഇൻസ്റ്റ ID ഒക്കെ തപ്പിയെടുത്തിട്ടുണ്ട്. DJ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുറേ ചേച്ചിമാർ വളയങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇതാ വരുന്നു. ആ സ്റ്റേജ് ലൈറ്റൊക്കെ ഓഫായി, വളയത്തിലൊക്കെ ഫുള്ള് ലൈറ്റ്. റിംഗ് ഡാൻസ് ആണെന്നാണ് തോന്നുന്നത്. ആ ചേച്ചിമാരെ അട്ടഹാസമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത 2 പയ്യന്മാരിതോ പന്തും തൂക്കിക്കൊണ്ടുവരും. ഇനിയിപ്പോൾ ഇതെന്താണോ എന്തോ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ ശ്രേയ ചേച്ചി വന്നിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾ ഉണർന്നു. സ്റ്റേജിൽ ആരാണെന്ന് ഗൈസ്, ഒരാൾ കയറി നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ശ്രേയ ചേച്ചിയുടെ അടുത്ത് നിന്ന് ക്ലോസ് വ്യൂവിലൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. വേറെ ഏതോ ബ്ലോഗറാണെന്നാണ് തോന്നുന്നത്. സത്യം പറയാം ഗൈസ്, നമ്മളെല്ലാവരും തളർന്നു. നമ്മുടെ ഫുള്ള് ബ്ലോഗറാണ്. നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് വേറൊരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. കുറേ കൊച്ചു പിള്ളേരും ഡാൻസൊക്കെയാണ്, ഫുള്ള് ലൈറ്റും, പിള്ളേരൊക്കെ ഇവിടെ തിമിർത്ത് ആടുന്നു.
ഈ കൊച്ചുകുട്ടിയെ കണ്ട മാഷാ കാണാൻ കൊള്ളാമല്ലേ, സൂപ്പറായിട്ട് ഡാൻസ് കളിക്കുന്നവൾ. ഗൈസ് ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല. പുറത്തിനേക്കാളും നല്ല കത്തി റേറ്റ് ആയതുകൊണ്ട് നമ്മൾ വെറുതെ കാഴ്ചക്കാരായിട്ട് ഇങ്ങനെ കണ്ട് നടക്കുകയാണ്. പിന്നെ ഗൈസ് നമ്മൾ നടക്കുമ്പോഴാണ് ഒരു കാട് പോലെ ഒരു സ്ഥലം, പിന്നെ ഉള്ളിലോട്ട് പോകുന്നു. ഇവിടെ കുറേ ഫോട്ടോയ്ക്കൊക്കെ എടുക്കാനുള്ള സീനറിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർ എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും നടക്കുന്നു ഗൈസ്. ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, അത് ഇതിലിട്ടിട്ടില്ല. ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറേ രാജ്യത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ചാരി എന്നൊക്കെ വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ മുന്നോട്ട് നടന്നപ്പോഴാണ് 2 പെണ്ണുങ്ങൾ കണ്ടോ ഡാൻസൊക്കെ കളിക്കണത്. അതും ഒരു ചെറിയ സ്റ്റിക്ക് പോലത്തെ സംഭവത്തിലാണ് ഡാൻസ് കളിക്കണത്. ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ചെക്കൻ ഇഷ്ടപ്പെട്ട് നടന്നതാണ്, ആരും തെറ്റിദ്ധരിക്കേണ്ട, മണവാളനല്ല. മുനീറിൻ്റെ നടത്താൻ കണ്ടപ്പോൾ നമ്മളും വിചാരിച്ച് നമുക്ക് നടന്ന് കുറേ വീഡിയോ എടുക്കാം. ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് വന്നപ്പോഴാണ് വീണ്ടും കണ്ട ആ പൂവിൻ്റെ മുകളിൽ പെണ്ണ് കയറി നിന്ന് ഡാൻസ് കളിക്കുന്നത്. എങ്ങനെയാണെന്ന് മനസ്സിലാകാത്തത്. നോക്കിയപ്പോൾ ഇവള് മുകളിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു. ഗൈസ് അവളെ ഡ്രസ്സൊക്കെ കുടുങ്ങി വീണതിനാ വാവളൊക്കെ ഉള്ളൂ. പക്ഷേ എങ്ങനെയോ ഗൈസ് അവിടെ നമ്മൾ വായി നോക്കി നിന്നപ്പോൾ അതാണ്ട് അടുത്ത് ചെണ്ടമേളം കേൾക്കുന്നു. പിന്നെ അത് അങ്ങോട്ട് ഓടാൻ പോകുന്നു. ചെണ്ടമേളം കേട്ടത് എല്ലാവരും എന്താ ഓട്ടം തുടങ്ങി. ഗൈസ് ഈ ചെണ്ടൊക്കെ കൊട്ടി നമ്മുടെ റിയാദ് ടാക്കീസിത്ത ചേട്ടന്മാരാണ്. ഗൈസ് ഇവിടെ കണ്ട മയിലാട്ടവും എല്ലാ ഡാൻസ് കളികളൊക്കെ ഉണ്ട്, അടിപൊളി. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാടാണ് ഓർമ്മ പറഞ്ഞത്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു ഗൈസ്, നമ്മൾ തിരിച്ചു പോകാൻ പോകുന്നു. ഗുഡ് ബൈ.